الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രാർത്ഥനകൾ നിറഞ്ഞ റമദാനിലെ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങളിലാണിപ്പോൾ നമ്മളുള്ളത്. മനുഷ്യരുടെ ചില സ്വഭാവം, മുഴുവൻ മനുഷ്യരുടെയും ഖുർആൻ എടുത്തു പറയുന്നൊരു വാക്ക് സൂറ സുമറിലുണ്ട്. ഇദാ മസ്സൽ ഇൻസാന ളുർറുൻ, മനുഷ്യനെ ഇടങ്ങേറ് ബാധിച്ചാൽ, ഞെരുക്കം, പ്രയാസം, കഷ്ടത, ബുദ്ധിമുട്ട്, നഷ്ടം, അങ്ങനെ പലതും, അതൊരു മനുഷ്യനെ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, ഏറെ താഴ്മയോടെ വിനയത്തോടെ അവൻ രക്ഷിതാവായ അല്ലാഹുവോട് രക്ഷയ്ക്ക് വേണ്ടിയും ഈ വിഷയങ്ങൾ പരിവർത്തിതമാകുന്നതിന് വേണ്ടിയും അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയും അവൻ ദുആ ചെയ്യും. ഇത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവം. സുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തൻ മിൻഹു നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബ്ൽ, ഇനി അവന് ഈ സ്ഥാനത്ത് അല്ലാഹു നിഅമത്ത് നൽകിയാൽ, അത് ഓരോ സന്ദർഭങ്ങളിലും അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുകയും അവന് ബാധിച്ചിരുന്ന കഷ്ടതകളിൽ നിന്ന് കരകയറ്റുകയും ചെയ്താൽ അവൻ മറന്നുപോകുന്നു ഇതിനു മുൻപ് കഷ്ടത ബാധിച്ച ഒരു സാഹചര്യത്തെ. അപ്പോഴല്ലാഹുവോട് ദുആ ചെയ്തതിനെ അവൻ മറക്കുന്നു. പിന്നെ അവനൊരു അലസനായി മാറുകയാണ്. ഇപ്പോൾ അവന് വിഷമമൊന്നുമില്ല, കഷ്ടതകളില്ല, പ്രയാസമില്ല. വജഅല ലില്ലാഹി അൻദാദൻ, അതുകൊണ്ട് ഇപ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് സമന്മാരെ അവൻ സ്ഥാപിക്കുന്നു. ഇപ്പം നല്ല കാലത്തിലാണ്. അപ്പോൾ ഓരോന്നും ലഭിക്കുന്നത് ഓരോ കേന്ദ്രങ്ങളാണെന്നാണ് പിന്നെ അവൻ സ്ഥാപിക്കുക. അവരുടെയൊക്കെ ബർക്കത്താണ്, ആ മഖ്ബറയിലെ ഷഫാഅത്താണ്, അവിടുത്തെ പ്രസാദമാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സ്പർശങ്ങളാണ് ഈ രക്ഷയുടെയൊക്കെ കാരണം എന്നവനിങ്ങനെ പറയും. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കലാവും. നല്ല കാലം വന്നപ്പോൾ മനുഷ്യനിൽ വന്നൊരു മാറ്റാണത്. ലിയുളില്ല അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി. ഖുൽ, നീ പറയുക, നബിയോടുള്ള കൽപ്പനയാണ്. തമത്തഅ് ബികുഫ്രിക ഖലീല, നിന്റെ ഈ നിഷേധവുമായി കുറച്ചു കാലം സുഖമായി നീ ജീവിക്കുക. ഇന്നക മിൻ അസ്ഹാബിന്നാർ, നീ നരകാവകാശികളിൽ ഒരാളാകുന്നു. അതുകൊണ്ട് നീ നെഗളിക്കൊന്നും വേണ്ട. അള്ളാഹുവിനെ പങ്കു ചേർക്കുകയും ഇല്ലായ്മയിൽ നിന്ന് കരകയറ്റിയ പടച്ചവന് സമന്മാരെ സൃഷ്ടിക്കുകയും നിഷേധം പുലർത്തുകയും ചെയ്ത് കുറച്ചു കാലം ഈ ഭൂതലത്തിൽ നീ നന്നായി ജീവിച്ചോ, നിനക്ക് വാസസ്ഥലം നരകമാകുന്നു. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈലി സാജിദൻ ഔ ഖായിമാ, ഒരാൾ വളരെ വിനയപൂർവം രാത്രിയുടെ യാമങ്ങളിൽ സുജൂദിലായും റുക്കൂഇലായും സമയം ചെലവഴിക്കുന്നു. വിനയത്തോടെ, താഴ്മയോടെ, അച്ചടക്കത്തോടെ രാത്രികാലങ്ങളിൽ അള്ളാഹുവിനെ സുജൂദും റുക്കൂഉം ചെയ്ത് സമയം ചെലവഴിക്കുന്നു. യഹ്ദറുൽ ആഖിറ, പരലോകത്തോടുള്ള ഭക്തിയാണ്, ഭയമാണ്. മരണാനന്തര ജീവിതത്തിലുള്ള ഒരു ഭയമാണ് അവനെ ഈ രാത്രി സമയം റുക്കൂഅ് സുജൂദിൽ
നിർവഹിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. വയർജു റഹ്മത്ത റബ്ബിഹി, അതുവഴി അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ്റെ റജ അതാണ്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ, നീ ചോദിക്കുക വിവരമുള്ളവരും വല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരും സമമായിട്ടാണോ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നത്? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞത് ചിന്തയോടെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരു വലിയ പ്രസ്താവനയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന ആമനൂ ഇത്തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനൂ, അതുകൊണ്ട് നബിയെ അവിടെ നിന്ന് അറിയിക്കുക വിശ്വാസികളോട്, അവർ അവരുടെ രക്ഷിതാവിനെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നു, വിധിവിലക്കുകൾ പാലിച്ച്. ലില്ലദീന അഹ്സനൂ, ജീവിതത്തെ നന്നാക്കുന്നവർ, നന്മകൾ കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുന്നവർ. ജീവിതത്തിൽ മുഴുവൻ കിട്ടുന്ന സമയങ്ങളൊക്കെ നന്മകൾ ഉപയോഗിച്ച് ആ സമയവും സന്ദർഭവും അവൻ്റേതാക്കി മാറ്റുകയാണ്. ഹുസ്നാണ് ഇവിടുത്തെ വിഷയം. ഫീ ഹാദിഹി ദുനിയാ ഹസന, ഈ ദുനിയാവിൽ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നവർ, നന്മ ചെയ്യുന്നവർ. വഅർളുല്ലാഹി വാസിയ, അള്ളാഹുവിൻ്റെ ഭൂമി എത്രയോ വിശാലവുമാണ്. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, പരിധിയില്ലാതെ ക്ഷമാശീലരായ ആളുകൾക്ക്, നന്മകൾ വർദ്ധിക്കുന്നവർക്ക്, ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നവർക്ക് ഒരു തോതും പരിധിയും അളവുമില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നവനാകുന്നു. ഇതാണ് സൂറത്തു സുമറിലെ 4 ആയത്തുകളുടെ ആകത്തുക ആശയം. ഇത്രയും ഞാൻ സൂചിപ്പിച്ചത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അത് നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു അവസ്ഥ മുൻകാലത്ത് ഉള്ളതായിട്ട് തോന്നാതെയാണ് തന്നിഷ്ടപ്രകാരം ജീവിക്കുക. പിന്നെ അവൻ്റെ ആരോഗ്യത്തിലും പണത്തിലും സൗകര്യത്തിലും സ്ഥാനത്തിലും ജോലിയിലും പദവിയിലും അംഗീകാരത്തിലൊക്കെയാണ് പിന്നെ അവൻ്റെ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. മുൻപ് അള്ളാഹുവിൻ്റെ ഒരു താങ്ങും തണലുമാണ് ഈ രംഗത്തേക്ക് ഇത്രയും അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഓർക്കാറില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അംബിയ മുർസലുകളുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ മുൻകാലങ്ങളെ ഓർക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. നടന്നു വന്ന വഴി മറക്കരുതെന്ന്. അങ്ങനെയാണ് ഖുർആനിൻ്റെ ശൈലി. അപ്പോൾ ഈ 10 ദിനരാത്രങ്ങളിൽ പ്രാർത്ഥനകളാണ്. അതിൽ ആത്മാർത്ഥതയോടുകൂടി വേണം. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. അതിന് അസ്മാ ഉൽ ഹുസ്ന എന്നാണ് പറയുക. എല്ലാ ഹദീദുകളും അത് പ്രതിപാദിച്ചതാണ്. ഒരു പ്രത്യേകതയുള്ളത്, അസ്മാ ഉൽ ഹുസ്ന കൊണ്ടുള്ള ദുആ പൂർണ്ണമായും സ്വീകാര്യമാണ്. അതിൽ തർക്കമൊന്നുമില്ല, തടയപ്പെടില്ല. അതുകൊണ്ട് അസ്മാ ഉൽ ഹുസ്ന കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ദുആ ചെയ്യുക? ഓരോ നാമത്തിൻ്റെയും മുൻപിൽ യാ ചേർത്താൽ അള്ളാഹുവിനെ വിളിക്കലാവും. യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ അസീസു യാ അല്ലാ, യാ മുഖ്തദിറു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ. ഇങ്ങനെ 99 പേരുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അർ റഹ്മാൻ അർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുത്തക്കബ്ബിർ. ഇങ്ങനെ ദുൽ ജലാലി വൽ ഇക്റാം വരെയും. ഇമാം തുർമുദിയാണ് ആ 99 നാമവും ഒരുമിച്ച് ഒറ്റ ഹദീദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഹദീദ് കിതാബുകളിലൊക്കെ പല പേരുകൾ പല ഹദീദുകളിലാണ് പരാമർശിച്ചത്. 99 ഒരുമിച്ചല്ല. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ഓരോ നാമവും നമ്മുടെ ഉള്ളിലെ ആവശ്യങ്ങൾ മുൻനിർത്തി പടച്ചവനെ വിളിക്കുക, അതാകുന്നു അസ്മാ ഉൽ ഹുസ്നയുടെ ദുആ. അയ്യമ്മാ തദ്ഉ ഫലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ.
നിങ്ങളെപ്പോൾ എന്തിന് ദുആ ചെയ്താലും അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഉപയോഗിച്ച് ദുആ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും രക്ഷയാണ്, അതൊരു നിധിയായിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ റമളാനിൻ്റെ എല്ലാ ഫലവും നന്മയും അനുഗ്രഹവും വർഷിക്കുമ്പോൾ അതിന് അവകാശികളായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദറും മഹത്തായ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളും മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും റഹ്മാനായ അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.